السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين في الدارين. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. قال الله عز وجل، قال الله عز وجل: لا يخلو المؤمن عن قلة أو ذلة أو إلا شفيعنا رسول الله. يا خير من دفنت بالقاء يعظمه فطاب من طيبهن الكاه واللكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم. يا ربي بالمصطفى بلغ مقاصدنا നമ്മുടെ മഹല്ലത്തിന്റെ പ്രഗത്ഭരായ ഖത്തീബും നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന പ്രഗത്ഭരായ പണ്ഡിത, എന്റെ അഭിമന്യ സുഹൃത്ത്, ആത്മസുഹൃത്ത്, ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹമീദ് ബാക്കവി ഉസ്താദ് പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായ സ്വാഗതം ആശംസിച്ച സമാദരണീയനായ നമ്മുടെ മഹല്ലത്തിന്റെ പ്രഗത്ഭനായ സദർ മുഅല്ലിം ബഹുമാനപ്പെട്ട നസീർ സഅദി ഉസ്താദ്, നമ്മുടെ മഹത്തായ വേദിയിലെ തന്നെ സാന്നിധ്യം നമ്മുടെ മഹല്ലത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഇബ്രാഹിം ഹാജി സത്താം, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, പണ്ഡിതന്മാരെ,
സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, നമ്മൾ ഈ മഹത്തായ പരിപാടി നല്ലപോലെ ശ്രദ്ധിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികളെ, അല്ലാഹു തആല നമ്മുടെ ഒത്തുകൂടൽ അവൻ പൊരുത്തപ്പെട്ട പരമലായി കബൂൽ ചെയ്യട്ടെ. കാണിക്കുന്നില്ല, കാലല്ലാഹുവിന് ജവാബില്ല, കാല റസൂലുള്ളാഹിക്ക് വെച്ചുമില്ല. വേണ്ടി നിങ്ങൾ ഒരു ആഴ്ചയില് ബാക്കി കപ്പളൊന്നും മുങ്ങിയിട്ടില്ലല്ലേ? എല്ലാം അല്ലാഹുവിലേക്ക് അർപ്പിച്ചിരിക്കുക. എന്റെ വിഷയം നിങ്ങളെ സമസ്യ, എന്റെ ഇന്നത്തെ വിഷയം സമസ്യകളിലേക്ക് പേടിക്കണ്ട, നിങ്ങൾ ദമ്മൊന്നും പിടിക്കണ്ട. നിങ്ങൾ നല്ല റിലാക്സ് ആയിട്ടിരിക്കുക, നല്ല റാഹത്തിലിരിക്കുക, നല്ല പോസിറ്റീവ് എനർജിയിലിരിക്കുക, പോസിറ്റീവ് തിങ്കിങ്ങിലിരിക്കുക. ഞാനെന്തൊന്നും ചൊല്ലുമ്പോൾ കേൾക്കുമ്പോൾ നല്ല ജവാബ് തരും. ആരോ ഞാനാരോ അല്ല, ഇരുന്നത് കുറച്ച് എന്നൊരു അഭിപ്രായമുണ്ട്. പള്ളിക്കെല്ലാം പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ആയിരിക്കും കസാര ഇട്ടത് എന്ന് മനസ്സിലാക്കുന്നു. എന്നാലും നല്ല ചന്തമുണ്ട് മജ്‌ലിസ്. അല്ലാഹു ഇതിനേക്കാളേറെ ചന്തത്തില് അവന്റെ സ്വർഗ്ഗലോകത്തെയും വേണ്ടവരെയും ചൊല്ലിച്ചു. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ പോകണം. ഞാനും ഒന്നൊന്നര മണിക്കൂർ. അപ്പൊ ഞാൻ നിങ്ങളിൽ പറഞ്ഞ ബാക്കി നിങ്ങളോട് ചോദിച്ചു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങളോട് ചോദിച്ചു. നിങ്ങൾ ഇങ്ങനെ വലിയ വായ നിങ്ങൾ കാര്യമില്ല. അല്ലാഹു തആല അവന്റെ യഥാർത്ഥ നിങ്ങൾ പെടുത്തട്ടെ. ഈ കാണുന്ന പുറത്തിന്റെ ചന്തത്തിനേക്കാൾ ആമുഖം നീട്ടുന്നില്ല, ആവശ്യമില്ല. സമയം കുറച്ച് വൈകിയത് ആരുടെയും കാരണം കൊണ്ടൊന്നും അല്ല. അതങ്ങനെ പരിപാടിയെല്ലാം അങ്ങനെയല്ലേ. അതൊക്കെ നമുക്ക് മറക്കാനും ക്ഷമിക്കാനും ഉള്ളതാണ്. അതിനൊന്നും വലിയ കാര്യമാക്കിയിട്ട് ചർച്ചയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും എന്നോട് പറഞ്ഞങ്ങനല്ല, ഉസ്താദ് നിങ്ങൾ ഒരു 7:30 മണിയാകുമ്പോൾ 7-7:15 കപക്കത്തൊക്കെ എത്തണോ? 7:30 ആകുമ്പോൾ ബേച്ചിട്ടാണ്. 8 മണിയാകുമ്പോൾ തുടങ്ങണോ? 8:30 ആകുമ്പോൾ തുടങ്ങിയിട്ടാണോ? ഇപ്പൊ നോക്കുമ്പോ 9:30. അതാ പറഞ്ഞ പോലെ ഇങ്ങനെ ആക്കണോ എന്നറിഞ്ഞ പണ്ടത്തെ പോലെയല്ല. ഒന്നാമത് കുറെ പ്രായമുള്ളവരുണ്ട്, വയസ്സന്മാരുണ്ട്. പഴയ കാലത്ത് ബാല്യക്കാരെക്കാട്ടെ നല്ല ആരോഗ്യം വയസ്സന്മാർക്കോലോ. എന്താ കാര്യം? ചക്കക്കുരുവും ചക്കച്ചോളയും ചെന്നിട്ട് കണ്ടത്തിൽ പണിയെടുത്തിട്ട് നല്ല ജിമ്മിന് പോയ ഒരാളുടെ 90 വയസ്സ്. അപ്പൊ അയാൾ രാത്രി 3 മണി വരെ അയാൾക്ക് പ്രശ്നമില്ല, ക്ഷീണമില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ബാല്യക്കാരും വയസ്സന്മാരും എല്ലാരും രോഗികളാണ്. പണ്ടത്തെ പോലെ അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. മാത്രമല്ല സ്കൂള് മദ്രസ് എല്ലാം ഉള്ളൊരു കാലവുമാണ്. ആ പഴയ സ്റ്റൈലിലേക്ക് എന്നെ കൊണ്ടുവരണ്ട. നാടോടുമ്പോ നടുവേ ഓടണം ചെന്ന് കേട്ടിട്ടില്ല. ചേരതെന്ന നിങ്ങളെ ഭാഷ ഇത് എന്തു മുണ്ടുന്നില്ല. എനിക്ക് ഭാഷയില്ലേ, അല്ല ഭാഷയില്ല എന്നല്ല, ഭാഷയില്ലേ, ലാംഗ്വേജ് ഇല്ലേന്ന് എന്തൊന്നും ചൊല്ലി. മലയാള, കന്നഡ, ഇംഗ്ലീഷ്, സംസ്കൃത, ബംഗാളിയ അങ്ങനെ ചൊല്ലി. നിങ്ങൾ എന്തും മുണ്ടുന്നില്ല. നിങ്ങൾ തീരെ ജവാബില്ലാത്ത പോലെ നിങ്ങൾ റേഡിയോ ഓണാക്കി വെച്ചിട്ട് വിചാരിച്ചില്ല അല്ലേ എന്നെ ഇങ്ങനെ വായുമ്പോഴത്തേക്ക് ഓന്റെ കുറുകിരേണ്ട പാട്ടൊന്നും അല്ല. ഇത് വലിയ ദിക്ർ, ഇത് വലിയ ദീന്, ഇത് വലിയ ഇബാദത്ത്. നല്ല പോലെ കേട്ടോ. ഈ സമയത്ത് ഒരാൾ ആ പള്ളിക്കകത്ത് കയറി, അള്ളാന്റെ പരിശുദ്ധമായ പള്ളി, പരിപാവനമായ പള്ളി, അള്ളാന്റെ ലോകത്ത് അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട പള്ളി, അവന്റെ ഭവനമായ പള്ളി അല്ലേ. അതുപോലത്തെ ഒരു ഭവനം ലോകത്ത് അള്ളാഹ്ക്ക് വേറെയില്ല. അതുപോലത്തെ ഒരിടം ലോകത്ത് എന്തോന്ന് ആക്കി എനക്ക് സൗണ്ട് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അതിനെ ചന്ദനാക്കണം. എനക്ക് സൗണ്ട് ഇല്ല. അതിനൊന്ന് നിരക്കി ബംഗളൂർ വെച്ചിനോട് നമുക്ക് സൗണ്ട് ഇല്ല. നിങ്ങള് കംപ്ലൈന്റ് അല്ല, നമുക്ക് സൗണ്ട് ഇല്ല. എപ്പോഴും മൈക്കിന്റെ നേരെ കൊണ്ട് കുറച്ച് കൂട്ടും അങ്ങ് കൂട്ടാം. അവർക്കത് ഓഡിയൻസിന് ഞാൻ അറിയുന്ന കൂട്ടുകാരാണ്, നമ്മൾ വലിയ സുഹൃത്താണ്, പേരറിയല. എന്നാൽ എപ്പോഴും കാണുന്ന മുഖങ്ങൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സൊക്കെയും ആ ഓപ്പറേറ്റർമാർക്കും അതിന്റെ ഓണർമാർക്കും നൽകട്ടെ. അവരുടെ ജോലികളിലും അവരുടെ അധ്വാനങ്ങളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.
ആ പള്ളിയിൽ കയറിയിട്ട് ഈ സമയത്ത് ഒരാൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു കൂട്ടിക്കോ. തുലക്കായ സുന്നത്ത് നിസ്കാരം, നിരുപാധികമായിട്ടുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഈ സമയത്ത് ആരെങ്കിലും ഒരാൾ അവിടെ കയറിയിട്ട് നിസ്കരിക്കുന്നു എന്ന് കണ്ടാൽ അയാൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിനേക്കാളേറെ, അയാളിട്ട സുജൂദിനേക്കാളേറെ, അയാളാവില്ല ഇബാദത്തിനേക്കാളേറെ അല്ലാഹു തആലാക്ക് ഏറെ ഇഷ്ടപ്പെട്ട കാര്യമാണ് ഈ 1 മണിക്കൂറിന്റെ ഇരുത്തം. ഇത് ചെറിയ കാര്യമല്ല, ഇത് ചെറിയ വിഷയമല്ല. ഇതിന്റെ ഗുണവും മണവും മഹത്വവും ഞങ്ങൾക്ക് അറിഞ്ഞില്ല എന്ന് മാത്രം. ഇത് അല്ലാഹുവിന്റെ വലിയ കാര്യമാ. അതുകൊണ്ട് തന്നെയാ ഇത് സ്വർഗത്തിന്റെ തോപ്പായതാ. വെറുതല്ല സ്വർഗത്തിന്റെ തോപ്പാക്കിനെ, ഓസിക്കാക്കിയതൊന്നുമല്ല. അതിന് അത്ര കണ്ട് പവറും ഗ്രേഡും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് സ്വർഗത്തിന്റെ തോപ്പിലാണ്. അവ നല്ല റാഹത്തിൽ തന്നെ ഇരിക്കും. അള്ളാഹു ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ. അപ്പൊ പഴയ കാലം പോലെ എന്താക്കണ്ട, കുറെ ലേറ്റൊന്നും ആക്കണ്ട. ഇതിങ്ങനെ ആൾക്കാരെ വരാൻ കാത്തെങ്കിൽ ഞമ്മ തുടങ്ങോടത്തോളം ബിൽക്കുൾ അവർ വരാല. എല്ലാ നാട്ടിലും അങ്ങനെ ഞമ്മ എത്ര ബാങ്ക് തുടങ്ങണം. പിന്നെ വിളിച്ച എല്ലാ നാട്ടുകാരും വരുമോ? ഇതെന്ത് ഡേണേറ്റ് മാച്ചാ? എല്ലാരും വരാനും ഇത് വയലല്ലേ. അപ്പൊ നാട്ടില് കാലംശം വരാല, മുക്കാലംശം വരാല, കാലംശം വരും. അത്ര നിങ്ങൾ എല്ലാരും വരട്ടെ കുറച്ചാള് വരട്ടെ കാത്തെങ്കില് ബിൽക്കുല്ല വരേയില്ല. വരും, നിങ്ങൾ വിളിക്കാതെ തന്നെ വരും. നിങ്ങൾ 9 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് തന്നെ ഇവിടെ എത്തണം. വിളിക്കുന്ന മുന്നേ വരണ. ഇത് മഹിളാ കബഡി പന്തിയാട്ടാണ്. അപ്പൊ ഇങ്ങനത്തെ എല്ലാം കുറച്ച് പണിയുണ്ട് വരാം. 11 കണ്ട കുറെ സമയമായിട്ട് അങ്ങനെ കാത്തിട്ട് കുറെ ലേറ്റ് ആക്കിയിട്ട് അതെല്ലാം പഴയ സമയം. അതിൽ മാറ്റണം, അല്ല മാറ്റണം. പണ്ടത്തെ പോലൊന്നും അല്ല. ഇപ്പൊ എല്ലാം ടൈം ടു ടൈം ആണ്. അത് എത്ര വേണം. എല്ലാരും വരട്ടെ, എല്ലാരും വന്ന പിന്നെ അതിനൊന്നും കാക്കണ്ട. ഭാഗ്യമുള്ളവും മുന്നേ വരും. ഇതിനെല്ലാം വേണ്ടത് ഭാഗ്യ, അല്ലാണ്ട് പോസ്റ്റർ കിട്ടലല്ല. പോസ്റ്റർ കിട്ടലല്ല, വേറൊന്നും കിട്ടലും അല്ല. അല്ലാഹു ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ. അല്ലാഹു ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമസ്യകൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാവും. അത് ലോകത്തിന്റെ ഒരു സ്വഭാവമാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഒരു സ്വഭാവമാണ്. ഈ ലോകത്ത് ജീവിക്കാനുള്ള ആയുസ് തന്നെ നമുക്ക് വളരെ കുറവാ. പൂർവകാല സമുദായം, മുൻഗാമികളായ ജനങ്ങളെ, അന്നത്തെ നബിമാരും അവരുടെ അനുയായികളും, അന്ന് ജീവിച്ച നല്ലവരായ മുഅ്മിനീങ്ങളും അല്ലാത്തവരും ജീവിച്ചതുപോലെ, അവർക്ക് അല്ലാഹു കൊടുത്തതുപോലെ നീണ്ട 100 അതിനപ്പുറമുള്ള ആയുസോ നമുക്കില്ല. ഉമ്മത്ത് മുഹമ്മദീങ്ങൾക്കില്ല. പഴയ കാലത്തുള്ള ജനങ്ങൾ ജീവിച്ചത് 300 കൊല്ലം, 500 കൊല്ലം, 600 കൊല്ലം, 700 കൊല്ലം, 1000 കൊല്ലം, 1000-നെക്കാളും അപ്പുറം കൊല്ലം ജീവിച്ചവർ ലോകത്തുണ്ട്. പക്ഷേ അത് പഴയ കാലമാണ്. ഞങ്ങളാണെങ്കിൽ ആസ്രസമാനിന്റെ കാലത്ത് ജീവിക്കുന്നവരാണ്, ഉമ്മത്ത് മുഹമ്മദീങ്ങളാണ്. എന്നാൽ ഈ സമുദായത്തിന് വലിയ ഏജോ ആയുസോ അല്ല കണക്കാക്കിയിട്ടില്ല. പരമാവധി 100ന്റെ ഉള്ളിലെ, അത് മാക്സിമം ശരാശരി 60 70. ഈ ചെറിയ കാലം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇവിടെ സമസ്യകൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, പേടിയുണ്ടാകും, ബേജാറുണ്ടാകും, സന്തോഷങ്ങൾ ഉണ്ടാകും, സന്താപങ്ങൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും, ആരോഗ്യമുണ്ടാകും. എല്ലാം സമ്മിശ്രമായിട്ടുള്ള ലോകമാണ് ഈ ലോകം. സന്തോഷം മാത്രം കാണണം, സന്തോഷം മാത്രം വേണോ, റാഹത്ത് മാത്രം വേണോ, നിറഞ്ഞ ആരോഗ്യം വേണോ, നല്ല ചിന്ത വേണോ, നല്ല സമാധാനം വേണോ എന്ന് മാത്രം നീ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നുവെങ്കിൽ നിനക്കുള്ള ലോകം സ്വർഗമാണ്. അതവിടെ മാത്രമേ ഉള്ളൂ. അവിടെ ദുഃഖങ്ങളില്ല, അവിടെ ബേജാറില്ല, അവിടെ ഇല്ലായ്മകളില്ല, വല്ലായ്മകളില്ല, വേദനകളില്ല. അവിടെ എല്ലാം റാഹത്താണ്, എല്ലാം മംഗളമാണ്. അതാ സ്വർഗം. ഇനി കാലം മുഴുവനും വേദനിക്കണമെന്ന്, ബേജാറോടെ കഴിയണമെന്ന്, നൊമ്പരപ്പെട്ട് കഴിയണമെന്ന്, ദുഃഖത്തോടെ, വിഷമത്തോടെ, ബേജാറോടെ കഴിയണമെന്ന് നിനക്കാശയുണ്ടോ? എന്നാൽ അവനുള്ള ലോകമാണ് കത്തിയാളുന്ന നരകം. അവിടെ വേദനയേ ഉള്ളോ, അവിടെ വിഷമമേ ഉള്ളോ, ബേജാറേ ഉള്ളോ. അല്ലാഹു കാക്കട്ടെ. എന്നാൽ
എന്നാൽ ഈ ഭൗതിക ലോകം നശ്വരമായ നൈമിഷികമായ കുറച്ചു കാലത്തേക്ക് അല്ലാഹു തആല നമുക്ക് സൗകര്യപ്പെടുത്തിയിട്ടുള്ള ഈ ദുന്യവിയായ ലോകമില്ല. ഇവിടെ രണ്ടും സമ്മിശ്രമാണ്. സുഖമുണ്ടാകും, ദുഃഖമുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ലാഭങ്ങളുണ്ടാകും, നഷ്ടങ്ങളുണ്ടാകും. സാധാരണയാണ്. പക്ഷേ ഞങ്ങൾ ലാഭത്തിൽ സന്തോഷിക്കുന്നു, ആരോഗ്യത്തിൽ സന്തോഷിക്കുന്നു, നല്ല കാര്യങ്ങളെ കാണുമ്പോ റാഹത്താവുന്നു. അതേ സമയത്ത് പ്രശ്നങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, രോഗങ്ങൾ വരുമ്പോ, പേടിക്കുന്ന ഘട്ടം വരുമ്പോ കാലിടരുന്നു, മുട്ടുപറക്കുന്നു, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയുന്നു. എന്നാ കേട്ടോ, പാടില്ല, പാടില്ല. ഈ ലോകമെന്നത് മുഅ്മിനീങ്ങൾക്ക് ജയിലറയാണ്. ഇത് വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു ലോകമാണ്. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക്. എനിക്കും നിങ്ങൾക്കും ഇവിടെ സന്തോഷം കാണുക എന്നത് വളരെ കുറവാണ്. നല്ലവരിൽ നല്ലവരാണല്ലോ നബിമാർ. ലോകം കണ്ട അല്ലാഹുവിന്റെ കോടാനുകോടി സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരാണ്, എല്ലാ മഹോന്നതരാണ് അല്ലാഹുവിന്റെ നബിമാർ, മുർസലീങ്ങൾ നബിമാർ. നിങ്ങൾ ബാക്കിലുള്ളവന്റെ എതിർത്ത കസേര കാലി ഉണ്ടെങ്കിൽ സ്വർഗത്തിന്റെ തോപ്പിലുള്ള എതിർത്ത കസേര കാലിയാവാൻ നിങ്ങൾ വിടണ്ട. നിങ്ങൾക്ക് കുറച്ചും കൂടി കേറി. അത് നാളെ സ്വർഗത്തിലേക്ക് അല്ലാഹു കടത്താൻ നമുക്ക് എളുപ്പമാവും. അയാള് കേറി ഇരിക്കട്ടെ നിങ്ങൾ നോക്കണ്ട. അയാളെ കബറിലേക്ക് ഒന്നും ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങളെ കബറിലേക്ക് പോകുന്ന കേറി 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 എനിക്ക് ഇല്ല, പൊന്തുന്നില്ല, പൊന്തുന്നില്ല. പൊന്തല കാരണം എന്താ പറയുക, ഓരോരുത്തരും ചിന്ത കാണാൻ. ഞാൻ അങ്ങനെ ചെല്ലിയപാട് പോകണമെന്നുണ്ട്. അങ്ങനെ ഇരിക്കട്ടെ, വീട് ഏതായാലും തോപ്പിക്കുള്ളവർ പറഞ്ഞത് കേൾക്കും. സ്വർഗത്തിന്റെ തോപ്പല്ലേ ഇത്. നമ്മള് ദുനിയാവിന്റെ ലാഭത്തിന് പള്ളിക്ക് പൈസ ആവാന് അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി ഒന്നുമില്ല. ഇത് കച്ചവടം ഒന്നും അല്ല. ഞമൈനെ കച്ചവടമായിട്ട് കാണുന്നെങ്കിലും സത്യത്തിൽ ഇത് കച്ചവടമല്ല. ഇത് അള്ളാന്റെ പരലോക രക്ഷപ്പെടാനുള്ള വലിയൊരു ഇബാദത്താണ്, അമല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, ഇവിടെ പറയപ്പെടുന്ന ഓരോന്നും നിങ്ങൾ ഈ കേൾക്കുന്ന ഈ സമയത്ത് നിങ്ങളെ കാൽക്കടിയിൽ നിങ്ങൾ ചവിട്ടിയ നേരത്ത് നിങ്ങളെ ചെരുപ്പിന്റെ അടിയിൽ പറ്റിപ്പിടിച്ച മണ്ണ് പൊടി പോലും നിങ്ങൾക്ക് അല്ലാഹുവോട് പൊറുക്കലിനെ തേടുന്നു. ഖാല റസൂലുള്ളാഹി. ഈ സമയം നാളെ ബജാറിലേക്ക് പോകുമ്പോഴല്ല, പച്ചക്കറി വാങ്ങാൻ വേണ്ടി പോകുമ്പോഴല്ല, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുന്ന നേരത്തല്ല, അല്ലാഹുവിന്റെ ദീന് പറയപ്പെടുന്ന, ഇൽമു പറയപ്പെടുന്ന മജ്‌ലിസുകളിൽ നിങ്ങൾ ഇരിക്കുന്ന നേരത്ത് നിങ്ങളെ കാലിന്റെ അടിയിൽ നിങ്ങളെ ചവിട്ടിയതായ കല്ലുമണ്ണ് പൊടികൾ പോലും നിങ്ങൾക്ക് അല്ലാഹുവിനോട് ദുആരക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വറഹംഹാ. പൊറുക്കണേ അല്ലാഹ്, നിന്റെ കാരുണ്യം കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് ഈ പാപങ്ങളെ പൊതിയണേ അല്ലാഹ്, മാപ്പ് ചെയ്യല്ലാഹ് എന്നീ സമയത്ത് നിങ്ങൾക്ക് അല്ലാഹുവോട് പൊടികൾ പോലും, മണ്ണുകൾ പോലും, കല്ലുമണ്ണുകൾ പോലും പൊറുക്കലിനെ തേടാനുള്ള കാര്യം എന്തറിയാ? നിങ്ങൾ ഈ സമയത്ത് ഇരിക്കുന്നത് വലിയൊരു അമലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതാ ഞാൻ പറഞ്ഞ, ഇത് കച്ചവടമല്ല, ഇത് പൈസക്കാനുള്ള പരിപാടിയൊന്നും ആരും പറഞ്ഞോണ്ട. അല്ലാഹുവിന്റെ ഞങ്ങളെ പരലോകം നാളെ രക്ഷപ്പെടാൻ, അല്ലാഹുവിന്റെ ലോകത്ത് നല്ല നിലക്ക് കൈച്ചലാകാൻ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അമലാണ്. അല്ലാഹു മരണം വരെ ഇതിന് ഏറിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു വന്നത്, ലോകം കണ്ട നല്ലവരിൽ നല്ലവരാണ് നബിമാർ. ലോകം കണ്ട ഏറ്റവും നല്ലവരാണ് നബിമാർ. നബിമാരെ പോലെ നല്ലവർ, നബിമാരെ പോലെ അല്ലാഹ് കിട്ടപ്പെട്ടവർ ലോകത്ത് വേറൊരാളില്ല. എന്നാൽ ആ നബിമാർക്ക് പോലും ഈ ലോകത്ത് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകൾക്ക്, സമസ്യകൾക്ക്, പ്രശ്നങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് കണക്കും കയ്യുമില്ല. അല്ലാഹുവിലേക്ക് വിളിക്കപ്പെട്ടതിന്റെ പേരില്, തൗഹീദിലേക്ക് ക്ഷണിച്ചതിന്റെ പേരില്, നേരിന്റെ വഴി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതിന്റെ പേരില്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചതിന്റെ പേരില്, ആ ആശയത്തിലേക്ക് ജനങ്ങളെ വിളിച്ചതിന്റെ പേരില്, സുബ്ഹാനല്ലാഹ്, എത്ര
പ്രവാചകന്മാരെയാണ് ഇവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്, എത്ര നബിമാരെയാണ് നാട് കടത്തിയിട്ടുള്ളത്, എത്ര നബിമാരെയാണ് ഓടിച്ചിട്ടുള്ളത്. പിന്നെയല്ലേ കൂട്ടരെ ഞാനും നിങ്ങളും ഞങ്ങൾ NRC വരുന്നത് ഞങ്ങളെ ബർമ്മത്തേക്ക് പാകിസ്ഥാനിലേക്ക് കടത്തുന്നതും ചെല്ലുമ്പോ യാ റഹ്മാനെ ഓന്റെ ബേജാറും ഓന്റെ പച്ചളും കണ്ട ആധാർ കാർഡ് നേരാക്കോനി ആധാർ കാർഡ് നേരാക്കാൻ വാങ്ങിന്റെ എല്ലാരും പാകിസ്ഥാനിലേക്ക് കടത്തിയിട്ടുണ്ടാകും. ഇവിടെ കടത്തും ഒരാളില്ലൂടെ ഞങ്ങ പോകുന്നതിന് പിന്നെ ഓനെ മുന്നോട്ട് ചവിട്ടി തെറിപ്പിക്കും. ഞങ്ങളെ നേരെ കടത്തുമ്പോ മറ്റോനെ നീത്തല പാസാക്കോ ഹെയറിൽ അങ്ങനത്തെ ഇടയില്ല. എന്നാലും ഞങ്ങൾ ചെല്ലുമ്പോ പേടിച്ചിട്ടായി ആധാർ കാർഡ് നേരാക്കണോ, അതിനിപ്പന്റെ ലിങ്ക് ആക്കണോ മൊബൈൽ നമ്പറിലേക്ക്, ഐഡന്റി കാർഡിൽ എന്താ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, എന്തിനത്ര ഗാബിരി എന്തേ താളിതവണു വാളിയാണോ അവൻ വിചാരിച്ചതേ നടക്കോ, അവന്റെ തീർമാനമേ നടക്കോ, മേലായ റബ്ബിന്റെ ഖളാ പോലെ നടക്കോ. ആരെ അധികാരമുള്ളവരായാലും ഏത് കൊലകൊമ്പന്റെ കീഴിലായാലും നീ ഏത് മുടിചൂടാ മന്നനായാലും നിന്നെ കൊണ്ടൊരു വിരല് പോലെ സ്വന്തമായിട്ട് അനക്കാൻ സാധ്യമല്ല. എല്ലാം അല്ലാഹുവിന്റെ ഖളയാണ്, അവന്റെ തീർമാനമാണ്. ആ ഒരു വിശ്വാസം അടിയുറച്ചവനാണെങ്കിൽ മാത്രമേ, ആ ഒരു വിശ്വാസത്തിൽ അടിയുറച്ച വിശ്വാസം, കാര്യമായ വിശ്വാസം, എപ്പോഴോ ഇങ്ങനെ പേടിച്ചിട്ട് പറക്കുന്ന വിശ്വാസമല്ല, കറക്റ്റായ വിശ്വാസം ഉണ്ടാ അവനെന്നാണ് സത്യത്തിൽ മുഅ്മിൻ മുസ്ലിം. നമുക്ക് നാട് കടത്തുക വായിക്കുക എന്നത് പുതുമയുള്ള വിഷയമല്ല. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മനാടാ മക്ക, പരിശുദ്ധമായ നാട്, പരിപാവനമായ നാട്, ഞങ്ങളെ കിബില നിലകൊള്ളുന്ന നാട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളി അല്ലാഹു തആലക്ക് വേണ്ടി ആദ്യം കൈപ്പിച്ച പള്ളി മക്കത്തെ പള്ളി, അത് ഉള്ളതായ നാട്. ഇന്ന അവ്വല ബൈത്തിൻ ഉളിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. പരിശുദ്ധമായ മക്ക, പൊന്നാര നബി തങ്ങളെ ജന്മം കൊണ്ട മക്ക, ജനിച്ച നാട്. ആ നാട്ടിൽ നിന്ന് പോലും നാട്ടുകാർ നബി തങ്ങളെ നാട് കടത്തിയില്ലേ, മദീനയിലേക്ക് മറുനാട്ടിലേക്ക് പാലായനം ചെയ്തില്ലേ. അപ്പൊ ഈ ഒരു ഓലപ്പാമ്പ് കാട്ടിയിട്ട് ആരും പേടിപ്പിക്കണ്ട, അത് കേൾക്കുമ്പോ ആരും പേടിക്കയും വേണ്ട. അത് ഞങ്ങൾക്ക് പുത്തിരിയല്ല, അത് ഞങ്ങൾക്ക് വലിയ കാര്യമല്ല. ഞങ്ങളെ പാരമ്പര്യം തന്നെ അങ്ങനെയാണ്, ഞങ്ങളെ വിശ്വാസം തന്നെ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വന്നത് പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, രോഗങ്ങള്, കഷ്ടപ്പാടുകള്, നഷ്ടങ്ങള്, ബേജാറുകള് ഈ ലോകത്തിന്റെ പ്രകൃതിയാണ്, സ്വഭാവമാണ്. പ്രത്യേകിച്ച് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആണാവട്ടെ പെണ്ണാവട്ടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, മുഅ്മിനാണോ മുസ്ലിമാണോ, അയാളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, ബേജാറുകള്, കഷ്ടപ്പാടുകള് അയാളെ ഓടപ്പറപ്പാണ്, കൂടപ്പറപ്പാണ്. മുഅ്മിനത് കട്ടിട്ട ബുദ്ധിയാണ്. നല്ല ഹാപ്പിയില്, എപ്പോഴും നല്ല ലാഭത്തില്, 24 മണിക്കൂറും നല്ല ചന്തത്തില്, 93 കൊല്ലം രോഗങ്ങളില്ലാതെ കഴിയണമെന്ന് വിചാരിച്ചാൽ നടക്കാല, ഈ ലോകത്ത് നടക്കാല. മുഅ്മിനായ മനുഷ്യനാണോ നിന്റെ ഈമാൻ അല്ലാഹു തആല ഇടക്കിടക്ക് ചൂടാക്കിയിട്ട് അതിന്റെ പൊടിയെല്ലാം കളയും. മനസ്സിലാവുന്നല്ലേ? Yes or no, please. ഒരു മൈനസ് ഡിഗ്രിയിൽ നന്ദം വേണ്ട, എല്ലാം നിങ്ങളെ വെച്ചോളൂ. ഒരു പസ്സ തല നിങ്ങൾക്ക് തിരിയുന്നല്ലേ? അൽഹംദുലില്ലാഹ്. ഇപ്പോഴും നിങ്ങൾ തമ്മിൽ കേട്ടോ ജവാബില്ല. ഒരാപത്തന്നെ അങ്ങനെ നന്നല്ലേ? ബേജാറൊക്കെ നിങ്ങൾ ഭയ പോയ പിന്നെ എന്റെ പാപ്പൊക്കെ നമുക്ക് 4 പെട്ടിട്ടും സാരമില്ല, എനക്കൊന്നും ബേജാറ്, എനിക്കായി നല്ലാതെ എനക്കൊന്നും ഇല്ല. ഇപ്പൊ അങ്ങനല്ലേ? ഇപ്പൊ മനുഷ്യന്മാർ അവനെ ബോധിച്ചിട്ടല്ലോ അയാളോണല്ലോ അങ്ങനെ. നിങ്ങൾ അത് ചെല്ലാണ്ട, നിങ്ങൾ ഇത് ചെല്ലാണ്ട, നിങ്ങൾ ബഡിന്റെ ചെല്ലിയറുണ്ട, പെണ്ണുപിടിക്കുന്ന ചെല്ലിയറുണ്ട, നിങ്ങൾ ഈ കള്ള് കഞ്ചാവിന്റെ ചെല്ലാണ്ട. കാരണം എന്താ പരിപാടി തന്നെ യൂത്ത് വിങ്കില്ലേ? ആ യൂത്ത് വിങ്കില് 3/4 ലക്ഷം പങ്കി
അപ്പൊ അവർക്ക് ബേജാറാവും. പിന്നെ പട്ടി കൊടുക്കേണ്ട എന്റെ ഇത് മൂത്ത വിങ്കിന്റെ പരിപാടി, ഇതിന്റെ മൂത്ത ആളെന്നെ മൈന് പട്ടി മുണ്ടിയുണ്ടോ? പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? എന്റെ കൊപ്പരന്റെ എല്ലാം സൂചിപ്പിച്ചിട്ട് വയലാണോലോ, അതിന് വയലും ചെല്ലും. അതിന് ഒരു കാര്യം ചെയ്യും, ഇതിന് ഇഷ്ടം കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം പിടിച്ചോളൊന്നുമില്ല, എന്റെ സ്റ്റൈൽ പിടിച്ചോളൊന്നുമില്ല, എന്റെ പറച്ചൽ പിടിച്ചോളൊന്നുമില്ല. അതിന് വലിയ കാര്യമാക്കണ്ട, നിങ്ങൾ മനസ്സിലാക്കണ്ട. മൂന്നാമത്തെ ദുനിയാവില്ല പൊരുത്തപ്പെടും. നിങ്ങൾ തന്നെ ഒരാളാണ് കരുതിയിരിക്കുന്നത്, പിടി. പിന്നെ നിങ്ങൾ അത്ര വയസ്സൊന്നും ഇല്ലല്ലേ, ഒരാൾ കുറച്ച് വയസ്സെല്ലാം ഉള്ളവരല്ലോ. ഞങ്ങൾക്ക് അനുഭവം കുറച്ച് കുറവുണ്ട്. 4 അക്ഷരം ഏറെ പഠിപ്പുണ്ടാവും, എന്നാൽ അനുഭവം ഇല്ലൊരു ഞാനും അല്ലേ, അതിലെല്ലാം കുറച്ച് നമുക്ക് ബാക്ക് ഉണ്ടാവും. അതല്ലെങ്കിൽ പിടി ഇളന്ന് ഇങ്ങനല്ലേ ചെന്ന കേട്ടി സമാധാനപ്പെടും. അവിടെയാണ് ഏറ്റവും വലിയ തിരിഞ്ഞ എനിക്ക് സൗണ്ട് ബുദ്ധിമുട്ടാണ്. അവിടെ എതിർല് ബിൽഡിംഗ് എല്ലാം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പ്രതിധ്വനി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ക്ലിയറിന് ക്ലാരിഫിക്കേഷന് കമ്മി ഉണ്ടാവും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആണ്. അല്ലെ 2 മണിക്കൂർ വേല ചെയ്തിട്ട് ആരെങ്കിലും ഒരാൾ പോകുമ്പോ കേട്ട് എന്താണ് ചെയ്യുന്നത്, അമ്മ കേട്ടെങ്കിൽ എല്ലാം പോയില്ല. തണ്ണിൽ ഓമം കളിക്കുക പോലെ അപ്പൊ അമ്മൻ ചെല്ലണ്ട, കുറച്ചൊക്കെ ചെല്ലിട്ട് ബാക്കി അമ്മൻ ചെല്ലും. 15 ആളുകളെല്ലാം തിരിയണം. ഒന്നാമത് എന്റെ ഭാഷ തിരിയണം, രണ്ടാമത് സൗണ്ട് തിരിയണം, മൂന്നാമത് നിങ്ങൾ നല്ല ഇഷാർത്തിൽ എങ്കിലെല്ലാം അൽഹംദുലില്ലാഹ് റാഹത്ത്. അല്ലാഹു ഞങ്ങള് ഇൽമിൽ സിയാദത്തും ബർക്കത്തും നൽകട്ടെ. ഞങ്ങളെ ഇൽമിൽ അല്ലാഹു സിയാദത്തും ബർക്കത്തും നൽകട്ടെ. ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ ആരും ബേജാറാക്കിയില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞ സ്വർഗത്തിന്റെ തോപ്പ്, മലായികത്ത് നിങ്ങൾ അനീട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിന്റെ തോപ്പ്, കൈകൂടുന്നതിന് മുമ്പ് അല്ലാഹ് ഇജാബത്ത് ചെയ്യുന്ന സ്വർഗത്തിന്റെ തോപ്പ്, അള്ളാന്റെ തിരുനോട്ടമുള്ള സ്വർഗത്തിന്റെ തോപ്പ്, മഹാന്മാരുടെ തിരുനോട്ടമുള്ള സ്വർഗത്തിന്റെ തോപ്പ്. അതേ വയല് കേൾക്കാൻ വേണ്ടി ഒരുക്കപ്പെട്ട മജ്‌ലിസ് മാത്രമാണ്, കമ്പൗണ്ടിന്റെ പുറത്ത് സ്വർഗത്തിന്റെ തോപ്പല്ല. അല്ല, നിങ്ങൾ കേട്ടത് വയലല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. വയല് കേട്ട നിങ്ങൾക്ക് ഇത് പഠിക്കാൻ കഴിയാല, തിരിഞ്ഞില്ല, മനസ്സിലായിട്ടില്ല എന്നും പറയുന്നില്ല. എന്നാലും സ്വർഗത്തിന്റെ തോപ്പിൽ വന്നിട്ടിരുന്ന പോലെ നിങ്ങൾക്ക് അവിടെ കിട്ടല. ഖാല റസൂലുള്ളാഹ് ഖുർആനിൽ പറയുകയാ, പ്രശ്നങ്ങള് പ്രയാസങ്ങള് وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. ശുദ്ധ ഖുർആനാണ് അത്. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ, നിങ്ങളെ ഈമാനിനെ ഇടക്കിടക്ക് ഞാൻ അങ്ങനെ ചൂടാക്കിയിട്ട് പൊടിയെടുക്കും, അതിന്റെ കറകളയാം, അതിന്റെ ധൂളെടുക്കും, അതിന്റേതായ എല്ലാ കച്ചറുകളും ഞാൻ കഴുകിയെടുക്കും. അതെങ്ങനെ നിങ്ങളെ ഈമാനിനെ ചൂടാക്കിയിട്ട്, പൊന്ന് ചൂടാക്കിയിട്ട് അതിന്റെ കറകൾ കണ്ടില്ലേ? ഞമ്മ ഇന്ന് പൊന്നു വേങ്ങുന്നെ വെച്ചോ, ഇന്ന് പൊന്നു വേങ്ങിയിട്ട് നാളെ സുബൈക്കാൻ എന്തോ ഇഷ്ടപ്പെട്ടില്ല, എന്തായെന്നറിയില്ല, അല്ല ഒരു മണി മുറ്റി പൊട്ടീനാ നോക്കിട്ടാകുമ്പോ എന്താ അറിയാല, നാളെ തന്നെ കൊണ്ടായിട്ട് ഇങ്ങനെ റിട്ടേൺ ആക്കുന്ന കൂട്ടിക്കോ എന്നെങ്കിലും അയാളെ കഴിഞ്ഞിട്ട് നോക്കും. ഇവിടെ പൊന്നിന് വീടക്കാരനെ ബേജാറാക്കിയില്ല. ഞമ്മക്ക് തരുമ്പോ നല്ല പൈസയും കാര്യം ഞമ്മക്ക് കൊടുക്കുമ്പോ എന്തില്ലേ, അപ്പന്റെ കഥ ഉണ്ടല്ലോ, തീക്കിടാണല്ല, അതിനുള്ളിൽ വെണ്ണൂറുണ്ടല്ല, അതിനുള്ളിൽ ക്യാൻഡിൽ ഉണ്ടല്ല, എന്തിനിട്ട് തന്നെ അതിന് ഇടാണ്ടേ തന്നെ പിന്നെ കഥ ഒന്നും തന്നെ ഇല്ലല്ലേ. പയ്യ നോക്കുമ്പോ 38,000 പൊന്നിക്ക് 32,000 4,000 രൂപ കതിക്ക് പോയി. പിറ്റേന്ന് കൊടുത്തില്ല, ഞാൻ എന്താ കൊടുത്ത അടുപ്പിൽ കിട്ടെ കൈക്കല്ല വെച്ചല്ലേ, അതിന്റെ കരി എടുക്കുന്നതല്ല, അതിന്റെ ഉള്ളിൽ മണ്ണുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല, കാരണം സ്വർണ്ണാകുമ്പോ അതിൻ്റെതായ രീതിയിൽ ക്ലിയർ ആക്കണം. അത് പൊന്നല്ലേ, അതിനെ പിന്നെയും കഴുകിയിട്ട് തീ കിട്ടിട്ട് അതിന് ഉരുക്കുന്നതിനറിഞ്ഞ അതിന് തിളക്കം കൂട്ടാൻ, അതിന്റെ ചന്തം കൂട്ടാൻ, അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ, അതിന്റെ ക്വാളിറ്റി കൂടാൻ, അതിനാണ് പിന്നെയും അതിനെ തീയിലിട്ടിട്ട് അങ്ങനെ ഉരുക്കുന്നത്. എന്നാ കേട്ടോ മുസ്ലിം, എന്റെ വല കേൾക്കുന്ന ഉമ്മ, പിരിശപ്പെട്ടവങ്ങള്, നിങ്ങൾക്കും അല്ലാഹു തആല പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, രോഗങ്ങള്, കഷ്ടപ്പാടുകള്, നഷ്ടങ്ങള്, മാനസികമായ പിരിമുറുക്കങ്ങള് എല്ലാം തരുന്നുണ്ടോ എന്നാ കരുതിക്കോ. അല്ലാഹു നിങ്ങളെ ഈമാനിനെ ചൂടാക്കുകയാണ്, നിങ്ങളെ ഈമാനിനുള്ള
പരീക്ഷിക്കുകയാണ്. അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അല്ലാഹു തആല ബുദ്ധിമുട്ടാക്കുന്നതല്ല. വലനബുലുവന്നകും മിനൽ ഖൗഫി വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. പേടി തന്നിട്ട് പടച്ചോനായ എന്താവും അല്ലാഹ് നിങ്ങളുടെ പോയി എന്താവും അല്ലാഹ് നഷ്ടത്തെ ഇലക്ഷനിൽ ഓറന്നെ വന്നെങ്കിൽ എന്താവും അല്ലാഹ് എന്നുള്ള പേടി അത് വേണ്ട, അത് വേണ്ട, ഒരു പേടിയും വേണ്ട. പടച്ചറബേ 4 പെണ്ണ് കിടക്ക എന്താക്കുവല്ല പാടുക റൂമിലില്ല റബ്ബേ പൊരയില്ല ഇപ്പന്നെ ഒരുപാട് കട അതിനിടക്ക് പഞ്ചായത്തെടുത്ത 4 ലോണും ബാക്കി അതിന്റെ ഇടയിൽ അതാ കിടാവും വലുതായി എന്താവും എന്താക്കും എന്നുള്ള പേടി. ആ പേടികളല്ല നിങ്ങളെ തന്നിട്ടല്ല പരീക്ഷിക്കുന്നത്. അല്ലാഹുവിന്റെ ആളായതുകൊണ്ട് നിങ്ങളെ ഈമാനിന് അല്ലാഹു തആല തിളക്കം കൂട്ടുകയാണ്. നിങ്ങളെ പരലോക വിജയത്തിന്റെ വഴിയല്ല എളുപ്പമാക്കുകയാണ്. മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നിങ്ങളെ കൃഷിയിടങ്ങളിൽ നഷ്ടം വരോ, കായികനികളിൽ നഷ്ടം വരോ, വല്ലംഫുസി നിങ്ങളെ മക്കളെ വേണ്ടപ്പെട്ടവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന നേരത്തെ വിട പറഞ്ഞു പോകോ, അല്ലെങ്കിൽ പല കുഞ്ഞുമക്കളും ചെറുപ്പത്തിലെ മരിച്ചു പോകോ. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കഷ്ടപ്പാടുകളൊക്കെയും തരും. മാത്രമല്ല ഒരുപാട് രോഗങ്ങള് ഒന്ന് ടെസ്റ്റ് ആക്കാൻ വേണ്ടി പോയിട്ടാകുമ്പോ 4 രോഗങ്ങള് വേറെ, ഒന്ന് മാറാൻ വേണ്ടി ഒരു ഗുളി കുടിച്ചിട്ടാകുമ്പോ വേറെ 4 സോക്കേടുകള്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ എണ്ണിയാ തീരല, പറഞ്ഞാൽ അവസാനിക്കല. ഈ ലോകത്ത് ഏതല്ലോ നിലക്കുള്ള കഷ്ടപ്പാടുകള്, ഞെരുക്കങ്ങള്, പ്രശ്നങ്ങള്, പ്രയാസങ്ങള് എല്ലാം അല്ലാഹു തആല തരും കേട്ടോ. ഇങ്ങനെയെല്ലാം തരുമ്പോ വബശ്ശിരി സ്വാബിരീൻ അല്ലാഹു തആല പൊന്നാര നബിയെ വിളിച്ചിട്ട് പറയുകയാണ്, നബിയേ വബശ്ശിരി സ്വാബിരീൻ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. കഷ്ടപ്പാടുകൾ വരുമ്പോ, കച്ചവടത്തിന് നഷ്ടം വന്നിട്ട് കച്ചവടം പൊട്ടുമ്പോ, പെണ്ണുകിടാക്ക വലുതായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണു പുറത്തേക്കിടുമ്പോ ബേജാറാവാതെ എല്ലാം അല്ലാഹുവിലേക്ക് അർപ്പിച്ച് തവക്കുലാക്കി അവന്റെ മേലെ വലിയ ഭറവസ വെച്ചിട്ട്, പടച്ചവന്റെ മേലെ വലിയ ഭറവസ വെച്ചിട്ട് പ്രതീക്ഷ വെച്ചിട്ട് എല്ലാം അവനിലേക്ക് അർപ്പിച്ചിട്ട് തവക്കുലാക്കിയിട്ട് നിങ്ങളത് ക്ഷമിച്ചു കഴിയുന്നുവെങ്കിൽ അവർക്ക് നബിയെ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുന്നവേ. അവർക്ക് സ്വർഗമുറപ്പാണ്. നാളെ അവർ കിടക്കുന്ന മണ്ണറയായ ഖബർ അവർക്ക് മണിയറയാണ്. ഇവിടെ ക്ഷമിച്ചത് കൊണ്ട് നാളെ അവിടെ അവർക്ക് വേദനകളില്ല, നാളെ അവിടെ അവർക്ക് പ്രയാസങ്ങളില്ല. ഇവിടെ നല്ലോണം കഷ്ടപ്പാട് അനുഭവിച്ചവരായതുകൊണ്ട്, കാലങ്ങളേറെ രോഗിയായി കിടത്തിലായതുകൊണ്ട് അവരുടെ എല്ലാ പാപക്കറകളും അല്ലാഹു മായ്ച്ചു കളഞ്ഞു. സത്യം പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബേജാറ് വിഷമമില്ലാതെ കടന്നു പോവേല. തങ്ങളായെന്നോ ഔലിയായെന്നോ നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ചിലെന്തോ അല്ലല്ലേ? അൽഹംദുലില്ലാഹ് മാഷാഅല്ലാഹ്. തങ്ങളായെന്നോ ഔലിയായെന്നോ ആലിമായെന്നോ ഉസ്താദായെന്നോ ആജിയല്ല ഡബിളാജിയായെന്നോ ത്രിബിളാജിയായെന്നോ അതിന്റെ അപ്പുറത്താജിയായെന്നോ പള്ളിക്ക് 1 മിനാരല്ല 2 മിനാരം കെട്ടിയ ആളായെന്നോ ഏത് മനുഷ്യനായെന്നോ മുഅ്മിനായ മനുഷ്യനാണോ അയാൾക്ക് ലോകത്ത് ജീവിക്കുമ്പോ 3-1 ഏതായാലും ഒരു കഷ്ടം. ഞാൻ ഇത്രയെല്ലാം സുജൂദ് ഇട്ടിട്ട് നിങ്ങളാക്കിയല്ലേ? നീ ആരെന്ന് വേണ്ട നിങ്ങളാക്കാൻ കഴിയല്ല. നീ യഥാർത്ഥ സുജൂദ് ഇട്ടവനാണെങ്കിൽ നിന്നെ അങ്ങനെ ആക്കുവല്ലോ. നിനക്ക് എന്നെ തരണ്ടേ? നീ മുഅ്മിനുള്ള മുഅ്മിനാണെങ്കിൽ, ഈമാനുള്ളവനാണെങ്കിൽ, ഈമാനുള്ളവളാണെങ്കിൽ നിനക്കല്ല കുറച്ച് ഏറെ ബേജാറ് തരും. അല്ലാഹ് ഞാൻ ഇത്രയെല്ലാം ദ്വാരന്നിട്ട് എനിക്ക് കിട്ടിയ മരുമോ കണ്ട നീ ഇത്രയെല്ലാം ദ്വാരന്നിട്ട് മരുമോ വന്നത് കുറച്ച് ചോറിൻ്റെതായ മരുമോളോ അങ്ങനെ പടച്ചോനെ ഞാൻ എത്രയെല്ലാം നേർച്ചാക്കിനെ ഈ ജലാലി റാത്തിനെല്ലാം SLC പഠിക്കുമ്പോൾ മുന്നോട്ട് ഇങ്ങനെ നേർച്ചാക്കാനും സലാത്തിന് നല്ലൊരു അമ്മായി കിട്ടണം, നല്ലൊരു അവസാനം കിട്ടിയതായിരിക്കും.
നിനക്ക് അങ്ങനെ കിട്ടിയ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ അള്ളാഹു താലാക്കെല്ലാം വിട്ടത് കൊണ്ട് ഏടെയോ ഒരു മിസ്റ്റേക്ക് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിനെ, എല്ലാം നീ അള്ളാഹുവിലേക്ക് കേൾപ്പിച്ചത് കൊണ്ട് ആ മിസ്റ്റേക്ക് അള്ളാഹു ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു അമ്മനെ തന്നല്ല ഒരു മരുമോളെ. കാക്ക ചിരിക്കണ്ട, ഞാൻ ചെല്ലാത്തം പറഞ്ഞ കാക്കാന്റെ വിഷയം. കാക്കമാർ പൊതുവെ ഇങ്ങനത്തെ ഒന്നും കച്ചറക്കില്ല. അല്ലേ, അയാൾക്ക് മോളെ കെട്ടിച്ച കാലം തീർന്നില്ല, പിന്നല്ലേ മരുമോളെ വേണം. അല്ല, അയാളേതായാലൊക്കെ പിന്നെ അതിന്റെ ഇടയിൽ കൈ വെച്ചിട്ടാണ് മാത്രം അതിനുള്ളിൽ എന്തെല്ലാം ഉണ്ടല്ലോ തള്ളി കല്ല് വല്ലുണ്ടായി. ഇത് നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ല, അമ്മായിമാരെ കുറ്റപ്പെടുത്തിയതല്ലോ. തങ്കപ്പെട്ട അമ്മായിമാർ, സ്വന്തം പടി കയറി വന്ന ഏതോ ഒരു ഉമ്മാന്റെ മോള് എന്റെ മോന്റെ ഭാര്യയായി വന്നവള് മോളെക്കാളേറെ മോനെക്കാളേറെ അമ്മായിമാരുണ്ട്. അതേ സമയത്ത് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണില്ല, ഭർത്താവിന്റെ ഉമ്മ അമ്മ എന്ന് പറയുന്ന ആള് ഏതോ ഒരു ഉമ്മയല്ല, സ്വന്തം ഉമ്മയാണ് പെണ്ണ്. നിന്റെ സ്വന്തം ഉമ്മ, ആ ഉമ്മ ജന്മം നൽകിയത് കൊണ്ടാണ് കരളിന്റെ കരളായ ആ മാപ്പിളയെ അള്ളാഹു നിനക്ക് തന്നത്. ആ ഉമ്മ ജന്മം നൽകിയത് കൊണ്ടാ, ആ ഉമ്മ വെച്ചത് കൊണ്ടാ. ആ ഉമ്മങ്ങാനും പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ നീ മാണിക്യമായി മരതകമായി കരളായി ലിവറായി എല്ലാമായി കൊണ്ടാടുന്ന നിന്റെ മാപ്പിള ആ ഉമ്മ പെറ്റില്ലാഞ്ഞെങ്കിൽ കിട്ടലായിന് മോളെ. അപ്പൊ ആ ഉമ്മ നിന്റെ സ്വന്തം ഉമ്മന്നെയാണ്. ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത്, നൊമ്പരപ്പെടുത്തരുത്, മനസ്സ് ബേജാറാക്കരുത്. എന്റെ വിഷയം അമ്മായി മരുമോളല്ല, ഞാനിത് പറഞ്ഞെന്ന് അറിയാ. ഇത്രയെല്ലാം നേർച്ചാക്കിയിട്ട് ഇത്രയെല്ലാം ദുആറിന്നിട്ട് ഇത്രയെല്ലാം സലാത്ത് ചൊല്ലിട്ട് എനക്ക് ഇങ്ങനത്തതല്ല കിട്ടിയ അല്ലാ എന്ന് നീ പറയുന്നെങ്കിൽ സത്യത്തിൽ നിനക്ക് അങ്ങനത്തതേ കിട്ടൂ. എന്തോ ഒന്നുണ്ട് അതിന് ഉടനെ തീരേണ്ടത്. നാളെ ആഖിറത്തിലേക്ക് വേണ്ട നിന്നെ അല്ലാഹ്ക്ക് ഇഷ്ടം. ആ കിടാക്കളെല്ലാം ഒരേ സൈഡിൽ ഇരുത്തിക്കോളി, അവർ എതിരിലൊന്നും പയ്യക്ക് പോകുന്നു. ജോറാ കണ്ട ചെറുത ഞാൻ പറഞ്ഞു അമ്മായി കഴിഞ്ഞ അത് ഞാനേ വിട്ടു. അത് ഞാൻ ചെല്ല, നീ ബഹുദൂര ഉറങ്ങിട്ടി വ്യാപ്തി പ്രദേശത്തിന്റെ ബഹുദൂര ഉറങ്ങിട്ടി കമക്കല്ല, നിങ്ങൾ കടമത്ത് സുബ്രഹ്മണ്യം. അപ്പൊ നിന്റെ എന്തോ നാളെ ആശ്രത്തിലേക്ക് തന്നങ്ങാവേല, ആശ്രം നിനക്ക് താങ്ങാൻ കഴിയാല, അവിടെ ആ പ്രശ്നങ്ങള് താങ്ങാൻ കഴിയാല. സ്നേഹമുള്ള റബ്ബ്, ദയാലുവായ റബ്ബ്, എന്തോ ഒരു ബൈമിസ്റ്റേക്ക് നിന്റെ ഉണ്ടായിന്, അത് തീർക്കണല്ലോ. അല്ലാഹു തആല നിനക്ക് ഇങ്ങനെ ആക്കിയെന്ന് മാത്രം. അത് നിന്നോടുള്ള ബേജാറ് കൊണ്ടല്ല, നിന്നെ കഷ്ടപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടല്ല. സുബ്ഹാനല്ലാഹ്, ലാ യഖുലുൽ മുഅ്മിനു ഹബീബായ റസൂലുള്ളാഹി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു മുഅ്മിനായ ആണ് പെണ്ണിന് ഒഴിവാവേല അൻകില്ലത്തിനോ ദില്ലത്തിനോ ഇല്ല. കഷ്ടപ്പാടുകള്, രോഗങ്ങള്, പ്രയാസങ്ങള്, ബേജാറുകള് അതൊരു മുഅ്മിനായ മനുഷ്യന്റെ കൂടെ പറപ്പാണ്. അത് ഒഴിവായിട്ട് ലോകത്ത് ഒരാളുണ്ടാവേല. ഇങ്ങനെ ആക്കിയല്ലേ, ഞാൻ വലിയ നിസാമിയല്ലായിട്ട് എന്നാൽ നിങ്ങൾ ആക്കിയല്ലേ, നീ ആരി എന്ത് നിനക്കാക്കാൻ കഴിയല്ലേ? അങ്ങനെ വിചാരിക്കാൻ പാടില്ല. പറഞ്ഞുള്ളിൽ എന്തെങ്കിലും കുസുകുസൊന്നും ആയിട്ടെങ്കിൽ അപ്പൊ അമ്മായി മരുമോവ അല്ലെങ്കിൽ മോന്റെ വേണമെങ്കിൽ തുമ്മ ചെന്നൊരു വിഷയം ഉണ്ട്. എന്തറിഞ്ഞ എന്തെന്ന് നിങ്ങൾ എന്നെ കേൾക്കണോ അവലെ? പറഞ്ഞുള്ളിൽ എന്തെങ്കിലും ഒരു കുസുകുസാകുമ്പോ അപ്പൊ ചെന്നൊരു വിഷയമുണ്ട്. പറഞ്ഞുള്ളിൽ നിന്നിട്ട് ചെന്നൊരു വിഷയം എന്തറിഞ്ഞ ഒരിക്കൽ മരിച്ചു ഇത് കാണാൻ വേണ്ട, മരിച്ചിട്ട് പോയി നിങ്ങൾ നല്ല ഉണ്ടായിരുന്നു. ഇടക്ക് നീ പോകുന്ന വീട്ടിലത്തെ അങ്ങനെ പോകാൻ കഴിയോ? നിന്നെ കൊണ്ട് പോയെങ്കിൽ തീരോ പോക്ക്? ഇവിടെ ഉള്ളതെല്ലാം ചെറുതാണ്, വളരെ സിമ്പിളാണ്. സത്യം പറഞ്ഞാൽ അല്ലാഹുവിന്റെ മഹലായ ഫളൽ, അവന്റെ ഭാരമായ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് അല്ലാഹു വലിയ കഷ്ടപ്പാടും ദാരിദ്ര്യങ്ങളൊന്നും തന്നിട്ടില്ല. നല്ലവരുടെ ജീവിതം ഒന്ന് പഠിച്ചു നോക്ക്, നല്ലവരുടെ ജീവിതം പഠിച്ചു നോക്ക്, മഹാന്മാരുടെ ജീവിതം ഒന്ന് പഠിച്ചു നോക്ക്. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു
ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. എനിക്ക് നിങ്ങൾ ഈ ഇരുത്തി ഇഷ്ടപ്പെട്ടിട്ടാവോ? കാരണം നമ്മൾ ഈ സൗണ്ടെല്ലാം ഇല്ലാത്തതിനെ കൊണ്ട് നിങ്ങൾക്ക് നല്ലോണം ഒരു അധ്വാനാണ്. ഞങ്ങൾക്ക് സൗണ്ടൊന്നും ഇല്ലാത്ത നെഞ്ഞമ്പലുണ്ട്, തൊണ്ടമ്പലെല്ലാം ഉണ്ട്. അപ്പൊ നല്ലൊരു അധ്വാനമുണ്ട്. അല്ലെ മൈക്കറ്റത്തിൽ നിൽക്കുന്നത് നല്ലൊരു അധ്വാനം തന്നെ. നിങ്ങൾ ചെല്ലുമ്പോൾ അത്ര സ്വഭാവത്തിന്റെ പണി എന്തോ അല്ല. ചില മനുഷ്യന്മാർ അങ്ങനെ പറയലുണ്ട്. അയാൾക്ക് എന്താണ്, അയാൾക്ക് 2 മണിക്കൂറുകൾ കിട്ടുന്നില്ല 10,000. നിങ്ങൾ 10,000 തരണ്ട, നിങ്ങൾ 9,500 തന്നാൽ മതി. 500 പിടി എന്നും അങ്ങനെ ചെല്ലിയാണ്. ആ വിഷയം കേൾക്കുന്നില്ല. വേറെ കത്ത് ബന്ധം നോക്കണം, അപ്പൊ മനസ്സിലാവും. അപ്പൊ ഞമ്മ നല്ലോണം ക്ഷീണിച്ചിട്ട് ഡേഡായിട്ടുള്ള സമയത്ത് നിങ്ങൾ നല്ലൊരു ഇളക്കത്തിൽ വേണം. ഇളക്കം കുറച്ച് ഇങ്ങനല്ല ആകുമ്പോ അയാൾക്ക് നിങ്ങെന്തോ മുണ്ടാത്ത പോലെ, നിങ്ങൾക്കെന്തോ തിരിയാത്ത പോലെ, നിങ്ങെന്തോ ഒരു വെച്ചൽ പിടിച്ച പോലെ എന്റെ മനസ്സിലങ്ങനെ തോന്നില്ലേ? അങ്ങനെ ഉണ്ടാകും. ആൾക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകും. ബേജാറാക്കി എല്ലാവരും ഒരുപോലെ ഇല്ലല്ലോ. ഒരു ഉമ്മന്റെ മക്ക 7 ആൾ ഒരുപോലെ ഇല്ല. അപ്പൊ എനക്കത് കുറച്ച് ഏറെ എന്താണെന്നറിയാല. അല്ലാഹു തആല നല്ലവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കും. ആമീൻ. അല്ലാഹു നല്ല മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കും. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് ചെല്ലുന്നത് ഉഷാറില്ല. ഞാൻ ചെല്ലാൻ കാക്കുന്നതിനാ ഈ ലൈവ് കണ്ടോർ വിചാരിക്കുന്നത് ഇയാളെന്ന് നിങ്ങളല്ലേ ഓർക്ക് സംഗതിയാണ്. ഇങ്ങനെ വായി ഞാൻ ചെല്ലുമ്പോൾ നിങ്ങൾ എത്ര ഉഷാറിലുണ്ട്. നിങ്ങളെ പോലെ സ്ഥലത്തൊന്നും ആരുമില്ല. ഞാൻ ചെല്ലാൻ അല്ലാഹു തആല ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കട്ടെ. ഞങ്ങളെ നാവിൽ അല്ലാഹു തആല ദിക്റും സലാത്തും വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഞങ്ങളെ ആമീൻ. മേലായ റബ്ബിന്റെ ഔദാര്യം കൊണ്ട് ഖബൂലാകട്ടെ. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ മുഹദ്ദിസാണ്, വലിയ റാവിയാണ്. ഒരുപാട് ഹദീസുകൾ ലോകത്ത് പറഞ്ഞു കൊടുത്ത മഹാനാണ്. ഹബീബായ നബി തങ്ങളുടെ പ്രധാനപ്പെട്ട സഹാബിയാണ്. സുബ്ഹാനല്ലാഹ്. അത്രയും വലിയ മഹാൻ 17 കൊല്ലമായി ഒരേ കിടപ്പിലാണ്, രോഗിയാണ്, നിത്യരോഗി. എന്തറിയുമോ രോഗം? ആ മഹാന് പിടിപെട്ട രോഗമേതറിയാ? തടിന്റെ പിന്തുവാരത്ത് കൂടിയതാ രക്തം അങ്ങനെ ഒഴുകുന്നു. മൂലക്കുരുവിന്റെ അസുഖമാണ്, മൂലത്തിന്റെ അസുഖമാണ്. കിടക്കുന്നതായ കട്ടിലിന്റെ അടിയിൽ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, ഒരു തസ്റ്റ് വെച്ചിട്ടുണ്ട്. ആ തസ്റ്റിലേക്കതാ ചോരങ്ങനെ ഒഴുകുന്നു. പൈപ്പില് പോകും പോലെ, അതേ നള്ളിയില് പോകും പോലെ ചോരങ്ങനെ ഒഴുകിയിട്ട് തസ്റ്റ് നിറയുകയാണ്. ഓരോരോ ദിവസം 2-3 തവണ അത് കൊണ്ടുപോയിട്ട് പുറത്ത് കളയുന്നു ആ ചോര. ഇങ്ങനെയുള്ള രോഗം വേദന കൊണ്ട് പിടക്കുകയാ, കത്തുകയാ, ചെയ്യാത്ത വരുന്നില്ല. പക്ഷേ 17 കൊല്ലത്തോളമായി, 2 ദശാബ്ദ കാലത്തോളമായി ഒരേ കിടപ്പിലാണ്. എല്ലാം അവിടെ തന്നെ ക്ഷീണിച്ച് മുരുങ്ങക്കോല് പോലെയായി മഹാൻ അങ്ങേയറ്റം ക്ഷീണിച്ചു പോയി, നല്ലോണം അവശനായി. സുബ്ഹാനല്ലാഹ്. രോഗിയായിട്ട് അങ്ങനെ കിടക്കുന്നത് 1 കൊല്ലമല്ല, 17 കൊല്ലമാ. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബിക്കൊന്ന് കാണണോ? മറ്റൊരാളോട് പറഞ്ഞേക്കുകയാണ് നബി തങ്ങളോട് വരാൻ പറയണമെന്ന്. ചുരുക്കട്ടെ സഹോദരാ, എന്റെ വാല് കേൾക്കുന്ന ഉമ്മ നല്ല പോലെ കേട്ടോ. മുസ്തഫ നബി തങ്ങൾ ഈ സഹാബിയെ കാണാൻ വരികയാണ്. ഏത് സഹാബിനെ? ഏത് സഹാബിനെ കാണാമെന്ന്? ഇമ്രാൻ ഇബ്നു ഹുസൈൻ. കുറെ ധാരാവാഹി സീരിയലിന്റെ കഥ നിങ്ങൾ ഇപ്പോഴും ഓർമ്മയില്ല? മനസ്സിൽ ഇല്ലേ? എല്ലാം ചെല്ലല്ലേ മണിമണിയായിട്ട്. അതാ നാളെ മറ്റൊരു ഖത്തറിൽ ഫുട്ബോൾ തുടങ്ങുന്നു. A മുതൽ H വരെ ഉണ്ട് ഫുട്ബോൾ ഗ്രൂപ്പ്. അതിൽ ഓരോരു ഗ്രൂപ്പിൽ എത്ര ടീമുണ്ട് നിങ്ങൾക്ക് ചെല്ലല്ലേ? പോർച്ചുഗൽ റൊണാൾഡോ മറ്റേ മെസ്സി അതാരും ചെലുത്തുന്നില്ല. ജസ്റ്റ് ഒന്ന് നോക്കിട്ടാകുമ്പോ ഇത് പഠിക്കും, ഇതാണ് അതിനെ ഞാൻ ചെല്ലേ. നീ ഇങ്ങനെ ഇരിക്കാനേ ഇത് ഓന്റെ ഉപേന്ദ്രന്റെ പാട്ടെന്തല്ല. ഞാൻ കേട്ടതിന് ജവാബ് ചെല്ലണം. നിങ്ങൾ അരിസം വന്നെങ്കിൽ സാരില്ല, പയ്യ പോകുമ്പോ നമ്മൾ പിരിസാക്കാം. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ മുസ്തഫ നബി തങ്ങളെ കാണാൻ വന്നു.
മഹാൻ വിളിച്ചറിയിച്ചു. ഹബീബായ നബി തങ്ങൾ വന്നിട്ട് അവിടുന്ന് നബിയോട് പറയുകയാ, പൊന്നാര നബിയേ, കണ്ടില്ലേ നബിയേ, കാലങ്ങളായി നബിയേ ഈ കിടപ്പില് ഇത്ര വേദന സഹിക്കുകയാ, എന്തോരം നമ്പരമാ, എണിക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കാഷ്ടവും മൂത്രവും ഒരേ കിടപ്പില്, അടിയിലാണെങ്കിൽ തഷ്ടുണ്ട്, ബക്കറ്റുണ്ട്, അതിലേക്ക് അങ്ങനെ പിന്തുവാരത്തൂടി രക്തം പോണോ, ചലമങ്ങനെ ഒഴുകുന്നു, ചോരയൊടുകുന്നു, എല്ലാം അവിടെ തന്നെയാ. ഹബീബായ നബിയേ, വേദന കൊണ്ട് സഹിക്ക വയ്യ നബിയേ, കടച്ചൽ കൊണ്ട് സഹിക്ക വയ്യ നബിയേ, താങ്ങാൻ കഴിയുന്നതിനേക്കാളും അപ്പുറമാ നബിയേ എന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞപ്പോ മുസ്തഫായ നബിയോട് പറയുകയാണ്, പൊന്നാര നബിയേ, സുഖപ്പെടാൻ ദുആരക്കുമോ നബിയേ. ഹബീബായ നബി തങ്ങളെ ദുആക്ക് മറയില്ലല്ലോ. പൊന്നാര നബി തങ്ങളെ ദുആക്ക് ഹിജാബില്ല. ഹബീബായ നബി തങ്ങളെ ദുആന്റെ കബൂലിയത്തിന് അടതടയില്ല. അത് സ്വീകരിക്കപ്പെട്ടത് തന്നെ. കാരണം അത് ഹബീബിന്റെ ദുആയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളോട് ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങൾ തന്റെ രോഗശമനത്തിന് വേണ്ടി ദുആരക്കാൻ പറഞ്ഞപ്പോ, വേദന സംഹാരിക്കാൻ വേണ്ടി ദുആരക്കാൻ വേണ്ടി പറഞ്ഞപ്പോ, കഷ്ടപ്പാട് തീരാൻ വേണ്ടി ദുആരക്കാൻ പറഞ്ഞപ്പോ, ഹബീബായ നബി തങ്ങൾ പറയുകയാ, ഇമ്രാന് ഇമ്രാന് ഇൻ ശിഅ്താ ലദഅഉതു വഇൻ ശിഅ്താ ലതറക്തു വഅദ്ഖലകല്ലാഹുൽ ജന്ന. ഇമ്രാന് ഇൻ ശിഅ്താ ലദഅഉതു, നീ ആഗ്രഹിക്കുന്ന പോലെ, നീ വിചാരിക്കുന്ന പോലെ, നീ ഉദ്ദേശിച്ച പോലെ ഞാൻ നിനക്ക് ദുആരക്കാൻ എനിക്കൊരു മടിയില്ല. നിന്റെ ആഗ്രഹത്തിന് ഞാൻ തട നിൽക്കുന്നില്ല, വിലങ്ങ് നിൽക്കുന്നില്ല. നിന്റെ ആശ ഞാൻ ദുആരക്കണമെന്നാണെങ്കിൽ, രോഗം മാറി എണീറ്റ് പോകണമെന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ ഞാൻ ദുആരക്കാം. അതല്ല വൈശിത്താല തറക്തു അദ്ഖലകല്ലാഹുൽ ജന്ന. അതല്ല നിന്റെ താല്പര്യം ഞാൻ ദുആരക്കണ്ട, ക്ഷമിക്കുമെന്നാണെങ്കിൽ അല്ലാഹുവിന്റെ വിധി പോലെ നടക്കട്ടെ. അവൻ എപ്പോഴാണോ ശമനം തരുന്നത് അന്ന് സുഖപ്പെടുത്തട്ടെ. അതല്ല ഇങ്ങനെയാണ് എന്റെ വിധിയെങ്കിൽ അങ്ങനെ നടക്കട്ടെ. എല്ലാം തവക്കൽതു അലല്ലാഹ് എന്ന് കരുതിയിട്ട് നീ സബർ എടുക്കുകയാണെങ്കിൽ അദ്ഖലകല്ലാഹുൽ ജന്ന, നിനക്ക് സ്വർഗ്ഗം ഉറപ്പാണ്, സംശയമില്ല. വബശ്ശിരി സ്വാബിരീൻ. മഹാനായ ഇമ്രാൻ തങ്ങൾ പറഞ്ഞു, നബിയെ ദുആരക്കണ്ട, എന്റെ രോഗം മാറണ്ട നബിയെ. ഈ ലോകത്തിന്റെ വേദന മാറിയാലും, ഈ രോഗം മാറിയാലും എനിക്ക് നാളെ പരലോകം രക്ഷപ്പെടണമല്ലോ. എന്റെ രോഗം കൊണ്ട് ഞാൻ ക്ഷമിച്ചത് കൊണ്ട്, ഞാൻ സഹിച്ചത് കൊണ്ട്, അല്ലാഹുവിലേക്ക് അർപ്പിച്ചത് കൊണ്ട്, ഭാരം പോലെ പരന്നു കിടക്കുന്ന പരലോകം എനിക്ക് നാളെ രക്ഷപ്പെടുമെങ്കിൽ എനിക്കത് മതി നബിയേ. ദുആരക്കണ്ട നബിയേ. എന്തൊരു ഈമാനാ. അതെ, ക്ഷമിക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറയുകയാണ്, സുബ്ഹാനല്ലാഹ് വബശ്ശിരി സ്വാബിരീൻ. ക്ഷമിക്കുന്നവർക്ക് ധാരാളം സന്തോഷ വൃത്താന്തങ്ങളുണ്ട്, വലിയ നേട്ടങ്ങളുണ്ട്. ദുനിയാവിലും നാളെ പരലോകത്തും വലിയ നന്മകളുണ്ട്. ആരറിയുമോ ക്ഷമാശീലര്, ക്ഷമിക്കുന്നവരാര്, മുഅ്മിനീങ്ങളാര്, തങ്കപ്പെട്ട ഈമാനിന്റെ ഉടമകളാര്, കാരുണ്യവാനായ റബ്ബിന്റെ അപാരമായ പൊരുത്തത്തിന്, അവന്റെ വലിയതായ പ്രീതിക്ക് പാത്രീഭൂതരായ ഭാഗ്യവന്മാരാര്, ആ നല്ല ഉമ്മയാര്. അതേ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലദീന ഇദാ സാബത്തുഹും മുസീബ, الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അവർ പറയും, എന്ത് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കേൾക്കുന്നെങ്കിലോ, എന്ത് ബേജാറ് കട്ടപ്പാട് കേൾക്കുന്നെങ്കിലോ,
ഇതറാ നീ ആ വോട്ട് ഒരിക്കൽ വെച്ചിട്ടുണ്ടായി, നിന്റെ പാൻ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, ആധാർ കാർഡ്, പിന്നെ നിന്റെ റേഷൻ കാർഡ്, പിന്നെ ഒരു 3000-ന്റെ പൈസ എല്ലാം ഞാൻ പാഡ്സില്ലേ നിന്റെ പിന്നെ പാക്കറ്റി, അതാരോ കൊണ്ടുപോയാലും നീ അറിഞ്ഞിട്ട് എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ നീയാണ് മുഅ്മിൻ. ഞാൻ എന്താ പറയല അങ്ങനെ കേട്ടെങ്കിൽ? എന്താ നിന്റെ മൊബൈൽ ആരോ കൊണ്ടുപോയാല? ഏത് മോൻ അതിന്റെ ബാക്ക് നീങ്ങ പില്ലായിക്കോളി അവലെ. ഞാൻ മോന്ന് മാത്രം ചെല്ലണേ, അതിന് ബാക്കിയൊന്നും ചെല്ലിട്ട എനിക്ക് തിരിഞ്ഞിട്ടില്ല എന്നല്ലേ? പിന്നെ അത് തിരിയാണ്ടിരിക്കുക. അത് തിരിഞ്ഞില്ലെങ്കിൽ നിങ്ങ ഞാൻ വിടേല. ഞാൻ ഉസുറും പുളി ഉണ്ടെങ്കിൽ വിടേല. ഇന്നാലില്ലാണ്ട് ഇത് മുഅ്മിന്റെ ലക്ഷണമല്ലേ? അപ്പൊ ഉസ്താദ് തേടണ്ടേ? അപ്പൊ ഉസ്താദ് കേസ് കൊടുക്കണ്ടേ? അപ്പൊ ഉസ്താദ് അവനെ പിടിക്കണോ? അതിന് മുന്നേ ഇത് ചെല്ല്. എല്ലാ ആക്ക് ദുനിയാവിന്റെ എല്ലാ പണിയും എടു. പക്ഷെ എല്ലാ പണിനേക്കാളും വലിയ പണി മേലാറപ്പ് എടുക്കണോ? ഓന് വിട്. ഫസ്റ്റ് ഓന് വിട്, പിന്നെ സംപ്യത്ത പോലീസിനോട്. തിരിഞ്ഞാ നിക്ക് ഞങ്ങൾ എന്താ ആർക്ക് കൊടുത്തോ മോശമില്ല. ഓന് വിടുന്ന വിഷയമില്ല. അല്ലാണ്ട് അയാൾ ചെല്ലിയെന്ന് പറഞ്ഞ അള്ള പൊരുത്തപ്പെട്ടെങ്കിൽ ഞാൻ നിനക്ക് പൊരുത്തപ്പെടാലാ ഇല്ലേ? എത്ര മനുഷ്യന്മാരുണ്ടാവും പോന്ന ഉംറക്ക് പോകുമ്പോ ഏഴാമാറ്റിലും ഉണ്ടാവുമ്പോയിനെ. അപ്പൊ ഏഴാമ ചെല്ലി 1000 പോട്ടർ സാരല്ലേ, ഏഴാമാറ്റിൽ ചെല്ലിറ്. ഞാൻ പണ്ടത്തെ എന്തൊന്നും മനസ്സിൽ വെച്ചിരുണ്ട. അതെല്ലാം ആയി കഴിഞ്ഞാലും വിട്. അപ്പൊ അവൻ ചെല്ലാൻ പറഞ്ഞ ഞാൻ സലാമെല്ലാം ചെല്ലാം, എന്നെങ്കിലും അന്ന് അയാൾ ആക്കിയതുകൊണ്ടല്ലേ, അത് അള്ള പൊരുത്തപ്പെട്ടെങ്കിൽ ഞാൻ പൊരുത്തപ്പെടാലാന്ന്. ഓൻ പോന്ന ഉംറക്കല്ലേ, ഓനോട് പുത്തൂർ യാത്രക്ക് പോയിട്ട് വരല്ലോ നീ. അല്ല അള്ള പൊരുത്തപ്പെട്ടെങ്കിൽ ഓൻ പൊരുത്തപ്പെടുന്നില്ലാലോ, ഭയങ്കരല്ലോ ആരും. ഓ എന്ത് ഈമാന്! ഓൻ സ്വർഗത്തിലല്ല നാളെ ഫസ്റ്റ്. ഓന്റെ ചിന്ത അതാണിപ്പോ. ഓൻ നാളെ തന്നെ ഉംറക്ക് പോയിട്ട് അവിടുന്ന് പോന്നു നേരെ സ്വർഗത്തിലേക്ക്. ഓന്റെ വിചാരം അതാണ്. നീ ഒരു കാര്യം ചെയ്, അള്ളാഹ്ക്ക് കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുന്നേ അള്ളാഹ്ക്കേറെ ഇഷ്ടം അവന്റെ അടിമകളോട് നല്ല നിലക്ക് പെരുമാറല. തിരിഞ്ഞാ നിനക്ക് പള്ളിക്ക് മിനാരം കെട്ടുന്നതല്ല വല്ല കൂലി. നിന്റെ പൊരന്റെ അപ്പുറത്തുള്ള ചോർന്നൊലിക്കുന്ന വീട്ടിൽ കടിയുന്ന വീട്ടുകാരില്ലേ, അവർക്ക് 4 ഓട് മേങ്ങിട്ട് കൊടുക്കലാണ് ഈ മിനാരം കെട്ടുന്നതിനേക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടം. ഞമ്മ അതിന് റെഡിയില്ല. എന്താ ഓരോ നല്ല കഷ്ടത്തിലുണ്ടോ? എന്ത് ചെന്നേക്കുന്നില്ലാലും 4 നാളായാലും അവർക്ക് ആളുണ്ടോ എന്ന് പേടിക്കണമെന്നില്ല. അബുദാബിയിൽ തന്നെ കൂട്ടിക്കോ. ഒരു 3 ചാക്ക അരിയും 2 ചാക്ക പഞ്ചസാരയും കൊടുത്തു വെച്ചോ. ഓനല്ല അതിൻ്റെ ഗുണം. നിനക്ക് എന്തുള്ള നിനക്ക് കിട്ടണം, നീ എന്നെ കൊടുക്കണ്ടേ? പിന്നെ അവൻ അബുദാബിയിലുണ്ടെങ്കിൽ ഖത്തറിലുണ്ടെങ്കിൽ നീ കൊടു. ഞമ്മ ഈടെ കൊടുക്കും പള്ളിക്ക്. സരള വിവാഹത്തൊക്കെ നണ്ട വകകളി 25 പവൻ ഒക്കെ. നിന്റെ ഏളാമാന്റെ മോവതപരൻ്റെ അവിടെ പുറത്ത് 32 വയസ്സായി, കാശ് പൊന്ന് കൊടുക്കണില്ല ചെലിട്ടാണ് ആ പെണ്ണ് ബാക്കിയായിന്. ചന്തം കുറഞ്ഞിട്ടല്ല, മേലായ റബ്ബ് കൊടുത്ത ചന്തമുണ്ട്, എല്ലാ നിലക്കുള്ള വിദ്യാഭ്യാസവും ഉണ്ട്. എന്നിട്ടും ആ പൊരൻ്റെ ഉള്ളിൽ ആ പൊര നിറഞ്ഞു നിൽക്കുന്ന പെണ്ണ് ബാക്കിയായത്, ആ വീടിന്റെ അകത്ത് പൊരഞ്ഞിറഞ്ഞു നിൽക്കുന്നത് ഭർത്താവ് എന്ന സ്വപ്നം, ആ ഒരു സന്തോഷത്തിന്റെ സ്വപ്നം, അത് വിദൂര സ്വപ്നമായിട്ട് അങ്ങനെ ആ പെണ്ണിന് ബാക്കിയായത് കാശില്ലാത്തത് കൊണ്ടാണ്, സമ്പത്ത് കുറഞ്ഞു പോയതിന്റെ കാര്യം കൊണ്ടാ. എന്നാൽ പൊന്നുമോന് അവളെ സഹായിച്ചോ, അവർക്ക് കൊടുത്തു. അതാണ് വലിയ ഇഷ്ടം അല്ലാഹ്ക്ക്. അതാ വലിയ ഇഷ്ടം. നമുക്കതറിയില്ലല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, വന്നതായ പ്രയാസങ്ങൾ നീങ്ങിപ്പോകാൻ, വരാനുള്ള കട്ടപ്പാടുകൾ വരാതിരിക്കാൻ, ആഫത്ത് മുസീബത്തുകളെ തൊട്ടൊക്കെയും നിന്നെ കാക്കപ്പെടാൻ, നിറഞ്ഞ സന്തോഷവും റാഹത്തും അല്ലാഹു നിനക്ക് തരാൻ, ഏറിയ ആയുസ്സും ദീർഘായുസ്സും ആരോഗ്യവും അല്ലാഹു നിനക്ക് നൽകാൻ ഏറ്റവും നല്ല എളുപ്പമാർഗം പാവങ്ങളെ സഹായിക്കലാണ്, പള്ളിയെ സഹായിക്കലാണ്, ഇതുപോലെയുള്ള ദീനിന്റെ കാര്യങ്ങൾക്ക് സദഖ കൊടുക്കലാണ്. അങ്ങനെയുള്ള സദഖ കൊടുക്കലുകൊണ്ട് അല്ലാഹു നിന്റെ കഷ്ടപ്പാട് മാറ്റുന്നു, നിന്റെ പ്രയാസങ്ങൾ മാറ്റുന്നു, നീ അനുഭവിക്കുന്ന ബേജാറുകൾ അല്ലാഹു മാറ്റുന്നു. ഞങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങളെല്ലാം മാറാന് നമുക്കതിന് ഒരുപാട് അതിനുള്ള പരിഹാരക്രിയ എന്താ പറയാ, അതിനുള്ള പ്രതിവിധി, ആ പ്രശ്നങ്ങൾ ബേജാറെല്ലാം മാറ്റിയെടുക്കാൻ
വന്നതായ കഷ്ടപ്പാടുകൾ, നഷ്ടങ്ങളെല്ലാം തിരിച്ചെടുക്കാൻ, അതൊക്കെ മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് പരിഹാര മാർഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ഖുർആൻ പാരായണം, അള്ളാഹിനോട് ദുആ അരക്കല്, മഹാന്മാരെ സിയാറത്ത് ചെയ്യല്, സ്വതക്ക കൊടുക്കല്, ദിക്ർ ചൊല്ലല്. ഇതൊക്കെ വലിയ പരിഹാര മാർഗങ്ങളാണ്. സമസ്യകൾ വരുമ്പോ സമചിത്തതയോടെ സമീപിക്കണം, വിവേകത്തോടെ സമീപിക്കണം, വികാരത്തോടെ കൈകാര്യം ചെയ്യരുത്. എന്താ എന്റെ ഏഴാമാന്റെ മോൻ തെങ്ങുന്ന് വീണാല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹ് എന്ന് പറയണം. നീ എന്താ നിന്റെ ഏഴാമാന്റെ മോൻ തെങ്ങുന്ന് വീണാല നീ എന്ത് ചെയ്യുന്നേ? ഓന്റെ നടു മാത്രം പൊളിഞ്ഞിനല്ല, വേറെല്ലാം പൊളിഞ്ഞിന? ഇല്ല, എല്ലാം കൊണ്ടല്ലോ ഒക്കെ അത്രയല്ലോ ജാറാണ് അതിന്. കണ്ട, നീ മുഅ്മിനാണോ? അല്ല. സബറില്ലാത്തവർ, ക്ഷമിക്കാത്തവർ, ആപത്ത് വിപത്ത് മുസീബത്ത് വാർത്ത കേൾക്കുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയാത്തവർ, അവർ അല്ലാഹുവിന്റെ ആളല്ല. അതേ സമയത്ത് പ്രശ്നങ്ങൾ വരുമ്പോ, സമസ്യകൾ വരുമ്പോ, ബേജാറ് വരുമ്പോ, കാലങ്ങളേറെയായി ഷുഗർ പിടിച്ച് രോഗങ്ങളായി രോഗിയായി ഇങ്ങനെ മരുന്ന് കഴിച്ചിട്ട് കഴിയുമ്പോ നീ ക്ഷമയോടെയാണ് അതിനെ നേരിടുന്നതെങ്കിൽ, നല്ല മനക്കരുത്തോടെയാണ് അതിന് നീ താങ്ങുന്നതെങ്കിൽ, എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ചിട്ടാണ് നീ പോകുന്നതെങ്കിൽ, അതോടൊപ്പം നീ ദിക്റുള്ളവനാണെങ്കിൽ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. ഖുർആനാണ്, എൻ്റെ വകയല്ല. പ്രശ്നങ്ങളെ നല്ല നിലക്ക് കൈകാര്യം ചെയ്യുന്നവര്, സമസ്യകളെ നല്ല സമചിത്തതയോടെ സമീപിക്കുന്നവര്, വികാരത്തിനടിമപ്പെടാതെ അവിവേകങ്ങളൊന്നും കാണിക്കാതെ, ഒരു കഷ്ടം കയറിൽ തൂങ്ങിച്ചാവാതെ, കടങ്ങൾ കൂടുമ്പോ ബേജാറ് കൂടുമ്പോ റെയിൽവേ ട്രാക്കിലേക്ക് പോയിട്ട് തലവെക്കാതെ, വിഷത്തിന്റെ കുപ്പി കൊണ്ടുപോയിട്ട് വിഷം കുടിക്കാതെ, എപ്പോഴും കട്ടപ്പാടും ബേജാറും പറഞ്ഞിട്ട് പൊറുതികേട് കാട്ടാതെ അല്ലാഹുവിലേക്കെല്ലാം സമർപ്പിച്ചവരില്ല, അല്ലാഹുവിലേക്ക് അർപ്പിച്ചവരില്ല, അവനോട് പറയുന്നവരില്ല. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. അവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അപാരമായ ഗുണമുണ്ട്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നിട്ട് വലിയ കാരുണ്യമുണ്ട്. മാത്രമല്ല വഉലൈക ഹുമുൽ മുഹ്തദൂൻ, വഉലൈക ഹുമുൽ മുഹ്തദൂൻ, വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവരാണ് യഥാർത്ഥത്തിൽ സച്ചരിതരായവര്, സ്വാലിഹീങ്ങളായവര്, ഹിദായത്ത് ലഭിച്ചവര്, സന്മാർഗം ലഭിച്ചവര്, അല്ലാഹുവിലേക്ക് ചേരുന്നവര്. അവരാണ് ക്ഷമയുള്ളവര്, ദിക്റുള്ളവര്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, പൊന്നു മുസ്ലിമ്, പൊന്നു പെങ്ങള്, പൊന്നുമ്മ, ജീവിതത്തിലെ കഷ്ടപ്പാട്, രോഗങ്ങള്, ബേജാറുകള്, സമസ്യകള്, പേടികള് വരുമ്പോ കാലിടരണ്ട, മുട്ടുപറക്കണ്ട, കൈകാലളക്കണ്ട, അവന്റെ പ്രതീക്ഷ കൈവിടണ്ട, മേലായ റബ്ബിന്റെ ഭറവസ കൈവിടണ്ട. നല്ല കടുക്കല് നിന്നോ, എല്ലാം അവനിലേക്ക് അർപ്പിച്ചിട്ട് നിന്നോ. ഞമ്മ ഏതായാലും കുറെ നേർച്ചെല്ലാം വെച്ചിട്ട് കുറെ കൊടുത്ത്, കുറെ മൗലിദെല്ലാം ഓദിച്ച്, കുറെ സിയാറത്തും സലാത്തെല്ലാം ആക്കി ചെല്ലിയെല്ലായി. ഇതെന്ത് മണോ ഇല്ല, കൊണാന്നേ കാണുന്നില്ല. ഇനി സലാത്തും ചെന്നല്ല, ദിക്റും ചെന്നല്ല, പോട്ടയില്ല. നല്ല കഥ. അങ്ങനല്ല. നിന്റെ പ്രതീക്ഷ വിടണ്ട. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആയിരുന്നു. മമ്മജിന്റെ മോമല്ല മൂസാ നബി അലൈഹിസ്സലാം. ചെല്ലേ, മൂസാ നബി അലൈഹിസ്സലാം ദുആയിരുന്നു. ആ ദുആ കാമ്യം പറഞ്ഞു മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാം. ഏതായാലും ആ ദുആ ഡെഫിനറ്റ്ലി കബൂലാണല്ലോ, ഉറപ്പല്ലേ? നമ്മളെ ദുആ പോലത്തെ ദുആ അല്ലല്ലേ. ആരാ മൂസാ നബി? വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ 25 നബിമാരുടെ പേരല്ല പറഞ്ഞിട്ടുണ്ട്, ബയോഡാറ്റ, ഹിസ്റ്ററി, ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ പേരെടുത്തിട്ടുള്ള കാര്യം പറഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെതാണ്.
ചെറിയ ആളല്ല. അല്ലാഹു തആല നേരിട്ട് സംസാരിച്ച മഹാന. കല്ലമല്ലാഹു മൂസ തക്ലീമ. ഒരുപാട് അത്ഭുതങ്ങള് ലോകത്ത് കാണിച്ചു കൊടുക്കാൻ അപാരമായ കഴിവ് കൊടുത്ത ആളാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം. ഞങ്ങളെ സൽപ്പിക്ക് ഭയങ്കര ഡൗട്ടും. മഹാനായ സയ്യിദുൽ ഉലമയെ പോലെയുള്ള മഹാന്മാർ നമ്മളെ വലിയ നേതൃത്വമാണ്, സമുദായത്തിന്റെ വലിയ നേതൃത്വമാണ്, സുന്നത്ത് ജമാഅത്തിന്റെ വലിയ നേതൃത്വമാണ്. മഹാന്മാരായ ഞങ്ങളെ ആലിമീങ്ങൾ സാദാത്യങ്ങളൊക്കെ ഇങ്ങനെ പാർട്ടിയിൽ കൂട്ടിയിട്ടുണ്ടാവല്ലേ? എല്ലാ പാർട്ടിയും ഇവിടെ പാർട്ടി ഇല്ലാതെ തന്നെ ജഗവകായിട്ടുണ്ടോ? അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പാർട്ടിയും ആക്കിയിട്ട് ഇയാൾ ആ പാർട്ടിയാണല്ലേ, എൻ്റെ ഒടുക്കത്തെ പാർട്ടി തീരുമാനമില്ലാത്തത്. ഇങ്ങോട്ടൊക്കെ പാർട്ടി എനക്കുണ്ടില്ല എന്നൊന്നും ഞാൻ ചെന്നില്ല. പക്ഷെ അത് കൂടെ പാർട്ടിയാക്കാൻ ഞാൻ വന്നിട്ടില്ല. നിങ്ങൾ എന്നെ കണ്ടിട്ട് എൻ്റെ പാർട്ടി ആവുകയും വേണ്ട. നിങ്ങളെ പാർട്ടിയെ നിൽക്കി. മനുഷ്യന് പാർട്ടി 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 ഇവിടെ പാർട്ടി ആയിട്ട് തന്നെ ഞങ്ങൾ 4 വട്ടിക്കായ വോട്ടു. ഓൻ്റെതിൽ ഒന്നിലൊക്കെ ഓമന്ന കുത്ത ബടി പോലെ ഓമന്നങ്ങെന്താന്ന് 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 ഒരു കൂട്ടം ചെല്ലിയെ വന്നിട്ട് ഇപ്പം എന്താ അറിഞ്ഞാൽ കുറേ പോയി. നിങ്ങൾ കുറെ അപ്പുറം തിങ്കാക്കിയിരുന്നേ നീ. ബെറിൻ്റെ ബെറിനോ എല്ലാവരും വരാൻ പറ്റാല. അള്ളാഹു ഞങ്ങളെ ഭാരത മണ്ണിനെ കാക്കട്ടെ. ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും മറ്റുള്ള മതക്കാരെല്ലാവരും ഒരു പൂന്തോപ്പിലെ ഒരു പൂന്തോട്ടത്തിലെ പൂക്കളെ പോലെ, വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പൂക്കളെ പോലെ ജീവിക്കുന്ന പൂന്തോട്ടമാണ് ഇന്ത്യ അല്ലേ? ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും മറ്റു മതക്കാരും സിഖുകാരനും ഒരു ഉമ്മ പറ്റ മക്കളെ പോലെ തോളോട് തോള് ചേർന്ന് ജീവിക്കുന്ന നാടാണ് ഈ ഇന്ത്യ. അങ്ങനെയുള്ള നാട് സൗഹാർദ്ദത്തിന്റെ നാട്. മഹാത്മാഗാന്ധി എന്ന നാടിന്റെ ആത്മാവായ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഇടഭാഗത്ത് സർദാർ വല്ലഭാഭായ് പട്ടേൽ എന്ന ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായിരുന്നുവെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ഇടഭാഗത്ത് മഹാനായ ഗഡിനാടു ഗാന്ധി ഖാൻ ഗഫാർ അബ്ദുൽ ഗഫൂർ ഖാൻ അല്ലേ? ഒരു ഭാഗത്ത് ഹിന്ദു, ഒരു ഭാഗത്ത് ക്രിസ്തു. ഝാൻസി റാണി, അതുപോലെ തന്നെ ബാലഗംഗാധർ തിലക്, റാം മനോഹർ ലോഹിയ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് വ്യക്തിത്വങ്ങൾ. ജാതിയില്ല, മതമില്ല. വിശുദ്ധ ഖുർആനിന് തഫ്സീർ എഴുതിയ മക്ക നാട്ടിൽ പോയിട്ട് പഠിച്ചു വന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ അതേ മഹാനായ അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം അല്ല, മിന്നൽ അബ്ദുൽ കലാം, അവരെല്ലാം തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ചു. അങ്ങനെ സ്വാതന്ത്ര്യം നേടിയെടുത്തതാണ് ഈ നാട്. എന്നിട്ടിപ്പോ ഏതോ ഒരുത്തൻ സ്റ്റേജിൽ കയറ്റി പ്രസംഗിച്ചിട്ടുള്ളോ ബാരിങ് മീന് വിറ്റോണ്ട് വന്നെങ്കിൽ ആ ബട്ടിക്ക് ഫീനോയിൽ വീത്തോണോള. നീ ബീത്ത്, ഞങ്ങൾക്ക് അതിൽ പേടിയൊന്നും ഇല്ല, ബേജാറും ഇല്ല. ഞങ്ങൾ നാളെ വേറൊരു ബട്ടി മേങ്ങും നല്ല മീനും കൊണ്ടുവന്നിട്ട് കൊടുക്കും. ഇല്ല, ഞങ്ങൾ അതിന് തിരിച്ച് ഞങ്ങൾ ഒരിക്കലും അതിന്റെ പട്ടിക്ക് പിനോയിൽ വീത്താല ഇല്ല. നീ എങ്ങാനും പിനോയിൽ വീത്താൻ വേണ്ടി വന്നാൽ നിനക്കതാ 100 റുപ്പികക്ക് 10 ഇലയാണ് എല്ലാവർക്കും കൊടുത്തതെങ്കിൽ പൊന്നു മനുഷ്യ, പിനോയിൽ വീത്തിയിട്ട് നശിപ്പിക്കാൻ വേണ്ടി വന്ന മനുഷ്യ, ആഹ്വാനം ചെയ്ത റഘുവായ മനുഷ്യ, നിനക്കതാ 100 ഉറുപ്പക്ക് 10 അയിലക്ക് പകരോ ഞങ്ങളതാ 15 അയില തരോ. ഞങ്ങളെ മനസ്സതാണ്, ഞങ്ങളെ കൽബതാണ്, ഞങ്ങളെ എല്ലാം അതാണ്. തിരിച്ചു പ്രതികരിക്കാൻ ഞങ്ങളില്ല, പ്രകോപനമുണ്ടാക്കാൻ ഞങ്ങളില്ല. ജുഡീഷ്യറിയെ മാനിച്ച്, നാടിന്റെ ഗവൺമെന്റിനെ മാനിച്ച്, കോടതിയെ മാനിച്ച്, നിയമത്തെ മാനിച്ച്, സർക്കാരിനെ ബഹുമാനിച്ച് ലീഗലായിട്ടല്ലാതെ പ്രവർത്തിക്കാനും എതിരിടാനും ഞങ്ങളില്ല. ഞങ്ങൾ ഈ നാടിന്റെ മക്കളാണ്. അതാരോടും ബോധിപ്പിക്കപ്പെടേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. ഈ നാടിന്റെ മക്കളാണ്, പൗരന്മാരാണെന്ന് ബോധിപ്പിക്കപ്പെടേണ്ട ഗതികേട് ഞങ്ങൾക്കാരോട് മുമ്പിലുമില്ല. ഇരിക്കട്ടെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ആരെന്തു പറഞ്ഞാലും നിങ്ങൾ പേടിക്കണ്ട, ബേജാറാകണ്ട.
അതോടൊപ്പം നിങ്ങൾ പ്രകോപനവും കൊള്ളണ്ട, നിങ്ങൾ ആരിശപ്പെടണ്ട. നിങ്ങൾ എല്ലാം അല്ലാഹുവിലേക്ക് അർപ്പിച്ച നല്ല മനുഷ്യരായി ജീവിക്കണോ, നല്ല ഇന്ത്യക്കാരനായി ജീവിക്കണോ, നല്ല മുസ്ലിമായി ജീവിക്കണോ. ലോകത്തെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പേടിപ്പെടുത്തലുകൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം വിശുദ്ധ ഖുർആനിൽ പേർ പറയപ്പെട്ട ആളാണെന്ന് മാത്രമല്ല, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. എന്തൊരു ഗുഡ് സർട്ടിഫിക്കറ്റ്, എത്ര നല്ലൊരു സർട്ടിഫിക്കറ്റ്. അല്ലാഹ് പറഞ്ഞതാ മനുഷ്യനെ പറ്റി, അയ്യൂബ് എന്ന മഹാനരെ പറ്റി അല്ലാഹ് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ്.